ചാപ്റ്റർ 4 വെബ് ടെക്നോളജി പാർട്ട് 2. വെബ്സൈറ്റ്സ് ഹോസ്റ്റ് ചെയ്യുന്ന സെർവർ കമ്പ്യൂട്ടറിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. വെബ് സെർവറിലൂടെയാണ് നമുക്ക് വെബ് പേജസ് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ പലതരത്തിലുള്ള ഇൻ്റർനെറ്റ് സർവീസസ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ നമുക്ക് വെബ് സെർവറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഒരു വെബ് സെർവറിൽ എന്തൊക്കെയാണ് ഉള്ളത്? എ സെർവർ കമ്പ്യൂട്ടർ, എ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എ വെബ് സെർവർ സോഫ്റ്റ്വെയർ. ഈ 3 കാര്യങ്ങളാണ് ഒരു വെബ് സെർവറിൽ അത്യാവശ്യമായും അടങ്ങിയിട്ടുള്ളത്. എ വെബ് സെർവർ കൺസിസ്റ്റ് ഓഫ് എ സെർവർ കമ്പ്യൂട്ടർ that runs a server operating system and a web server software installed on it. ഇനി വെബ് സെർവറിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. വെബ് സെർവർ is a powerful computer. It is always switched on. It is connected to a high bandwidth internet connection. പവർഫുൾ ആയിരിക്കണം, അത് സദാസമയവും ഓൺ ആയിരിക്കണം, അതുപോലെ നെറ്റ്വർക്ക് ട്രാഫിക് കൂടാതെ ഒരുപാട് ഡേറ്റ എല്ലാ സമയവും സെൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഹൈ ബാൻഡ്വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഈ 3 ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻ്റർനെറ്റ് യൂസറിന് ഏത് സമയവും അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം വെബ്സൈറ്റ്സും സർവീസസും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതാണ് വെബ് സെർവറിൻ്റെ പ്രത്യേകത. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഒരു വെബ് സെർവർ സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് കുറച്ച് വെബ്സൈറ്റ്സ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യാനുള്ളതെങ്കിൽ അതിനനുസരിച്ച് ഉള്ള സ്പെസിഫിക്കേഷൻസ് മതിയാകും. കൂടുതൽ വെബ്സൈറ്റ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ കാപ്പബിലിറ്റീസ് ഉള്ള വെബ് സെർവറാണ് ആവശ്യമായിട്ടുണ്ടാവുക. നമുക്ക് ഇതൊന്ന് നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ്സ്, എ വെബ് സെർവർ ക്യാൻ ഹാവ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്, ഫാസ്റ്റ് ആക്സസ് റാം, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക്, Ethernet cards that support fast communication. നമുക്കറിയാം, സാധാരണ ഒരു കമ്പ്യൂട്ടർ എടുത്താലും എന്തൊക്കെയുണ്ട്? പ്രോസസ്സേഴ്സ് ഉണ്ട്, റാം ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി ഈതർനെറ്റ് കാർഡ്സും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് വെബ് സെർവർ ആകുമ്പോൾ കുറച്ച് അധികം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യാനുസരണം സിംഗിൾ പ്രോസസ്സറോ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സോ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരു സിംഗിൾ പ്രോസസ്സറിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നതിനപ്പുറം ഡേറ്റ സ്റ്റോറേജ് വെബ് സെർവറിൽ വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉപയോഗിക്കാം. സോ ഫസ്റ്റ് തിങ്, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്, ഫാസ്റ്റ് ആക്സസ് റാം, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക്, ഈതർനെറ്റ് കാർഡ്സ് ദാറ്റ് സപ്പോർട്ട് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് ഡേറ്റ സെൻറ്റർ എന്താണെന്ന് നോക്കാം. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷനും മുടങ്ങാതെയുള്ള പവർ സപ്ലൈയും കിട്ടുന്നതിന് വേണ്ടി വെബ് സെർവേഴ്സിനെ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സെൻറ്റർ ഉണ്ട്. ദാറ്റ് സെൻറ്റർ ഈസ് നോൺ ആസ് ഡേറ്റ സെൻറ്റർ. ഈ പിക്ചർ നോക്കുക. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡേറ്റ സെൻറ്റർ. അപ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വെബ് സെർവർ ഇരിക്കുക എന്നും അതെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുക എന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ സാധാരണ മനസ്സിൽ കണ്ട രൂപമല്ല ഇവിടെ കാണുന്നത്. നമ്മൾ സാധാരണ മനസ്സിൽ കണ്ട രൂപത്തിൽ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ, നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറായിരിക്കും മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ആ രീതിയിലല്ല ഡേറ്റ സെൻറ്ററിൽ വെബ് സെർവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആകും. ഇനി ഡേറ്റ സെൻറ്ററിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പറയുവാണ്. A data center is a dedicated physical location where organizations house their servers and networking systems. സെർവേഴ്സും അതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിംഗ് സിസ്റ്റംസും സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷനെയാണ് ഡേറ്റ സെൻറ്റർ എന്ന് പറയുക. ഡേറ്റ സെൻറ്ററിനുള്ളിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം, അതുപോലെ തന്നെ സെർവ് ചെയ്യാം. സെർവ് മീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ക്ലയൻസിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഡേറ്റ സെൻറ്റർ ശരിക്ക് പ്രവർത്തിക്കാൻ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട്? ഇറ്റ് റിക്വയർസ് എക്സ്റ്റെൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റംസ്. നല്ല കണ്ടിന്യൂസ് പവർ സപ്ലൈ കിട്ടുന്ന സിസ്റ്റംസ് വേണം പ്രവർത്തിക്കാനായി. ദെൻ കൂളിംഗ് സിസ്റ്റംസ് എന്തിനായിരിക്കും? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായി കൂളിംഗ് സിസ്റ്റംസ് ആവശ്യമാണ്. കണ്ടിന്യൂസ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടി ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ആവശ്യമാണ്. സുരക്ഷിതമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ്. ഇത്രയുമാണ് ഒരു ഡേറ്റ സെൻറ്ററിന് ആവശ്യമായിട്ടുള്ളത്. ഇൻ എ ഡേറ്റ സെൻറ്റർ സെവറൽ സെർവേഴ്സ് മേ ബി മൗണ്ടഡ് ഇൻ ദി സ്പെഷ്യൽ റാക്സ് ദാറ്റ് ഓഫർ ഗുഡ് വെന്റിലേഷൻ ആൻഡ് ഈസി മെയിൻ്റനൻസ്. ഈ ഒരു രീതിയിൽ സെർവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ്
റാക്ക് മൗണ്ടഡ് സെർവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ഡേറ്റാ സെൻറ്ററിൽ സെർവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. പല റാക്കുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ റാക്കിലും സെർവേഴ്സ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിലൂടെ നല്ല വെന്റിലേഷൻ കിട്ടുന്നു, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. ഇനി നമുക്ക് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് നോക്കാം. 4 എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ പേര് ഓർത്ത് വയ്ക്കണം. പരീക്ഷയ്ക്ക് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, അന്നേരം എഴുതാനായി ഈ പേരുകൾ ഓർത്ത് വയ്ക്കുക. ലിനക്സ് ഡിസ്ട്രിബ്യൂഷനായി വരുന്നത് റെഡ് ഹാറ്റ്, ഓപ്പൺസ്യൂസ്, ഡെബിയൻ, ഉബുണ്ടു ഇറ്റ്സെട്ര. ദെൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, ദെൻ ഫ്രീ BSD, ദെൻ ഒറാക്കിൾ സോളാരിസ്. ഈ 4 കാറ്റഗറീസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വെബ് സെർവർ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാം. എ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഈസ് എ പ്രോഗ്രാം that uses the client-server model and the hypertext transfer protocol to ensure timely distribution of files stored in it to the users. വെബ് സെർവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന മോഡൽ ഏതാ? ക്ലയൻറ്റ് സെർവർ മോഡലാണ്. ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എങ്ങനെയാണ് ഈ ആക്സസിങ് പോസിബിൾ ആവുക? ഫയൽസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു വെബ് സെർവറിൽ നിന്നും? ത്രൂ എ വെബ് ബ്രൗസർ. എക്സാമ്പിൾസ് ഓഫ് വെബ് സെർവർ പാക്കേജസ് ഓർ സോഫ്റ്റ്വെയർസ്. വെബ് സെർവർ പാക്കേജസ് എന്ന് പറഞ്ഞാലും വെബ് സെർവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. അപ്പാഷെ സെർവർ, മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ, IIS എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ വെബ് സെർവർ പാക്കേജ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ. ദെൻ ഗൂഗിൾ വെബ് സെർവർ, അതുപോലെ NGINX, NGINX എന്നെഴുതി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് NGINX എന്നാണ്. നെക്സ്റ്റ് വി ക്യാൻ സി സോഫ്റ്റ്വെയർ പോർട്സ്. നമ്മൾ ഹാർഡ്വെയർ പോർട്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് +1-ന്. ഹാർഡ്വെയർ പോർട്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ് ടു ദ കമ്പ്യൂട്ടർ. എക്സ്റ്റേണൽ ഡിവൈസസ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ നമ്മൾ ഹാർഡ്വെയർ പോർട്സ് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ പോർട്ടിനെ കുറിച്ചാണ്. What is a software port? A software port is used to connect a client computer to a server to access its services like HTTP, FTP, SMTP, etc. ക്ലയൻറ്റും സെർവറുമായി കണക്ട് ചെയ്ത് സെർവറിൻ്റെ സർവീസസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ പോർട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ വിശദമാക്കി പറയുന്നു. The purpose of software ports is to identify different services like email, file transfer, etc. running on a single server computer. Each service can be set and accessed using a different unique number called port number. നേരത്തെ പറഞ്ഞല്ലോ, സെർവറിൻ്റെ സർവീസസ് ക്ലയൻറ്റിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ പോർട്സ് ഉപയോഗിക്കുന്നത്. സർവീസസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അവിടെ നമ്മൾ HTTP, FTP, SMTP ഒക്കെ പറഞ്ഞു. അതിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ SMTP സർവീസസ് തന്നെയാണ്. അതുപോലെ POP3 സർവീസ്, ഇങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. FTP എന്ന് പറഞ്ഞാൽ എന്താ? ഫയൽ ട്രാൻസ്ഫർ സർവീസ്. അതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് സോഫ്റ്റ്വെയർ പോർട്സ് ഉപയോഗിച്ച് സെർവറിൽ നിന്നുള്ള സർവീസസ് ക്ലയൻറ്റ് ആക്സസ് ചെയ്തെടുക്കുന്നു. ഓരോ സർവീസിനും ഓരോ വ്യത്യസ്തമായ നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിനെയാണ് പോർട്ട് നമ്പർ എന്ന് പറയുക. ആ പോർട്ട് നമ്പറിനെ തന്നെയാണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ക്ലയൻറ്റ് ഈ പോർട്ട് നമ്പേഴ്സ് ഉപയോഗിച്ചാൽ മതിയാകും. പോർട്ട് നമ്പർ എന്താണ് എന്നുള്ളത് ഒന്ന് വിശദമായി നോക്കാം. പോർട്ട് നമ്പർ ഈസ് എ 16-bit നമ്പർ. ഇറ്റ് ഈസ് ആഡഡ് ടു എ കമ്പ്യൂട്ടേഴ്സ് IP അഡ്രസ് ഓർ URL. പോർട്ട് നമ്പർ എന്നത് ഒരു 16-bit നമ്പറാണ്. അതെവിടെയാണ് ഉപയോഗിക്കുക? അതെങ്ങനെയാണ് ഉപയോഗിക്കുക? ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സിനോടൊപ്പമോ URLനോടൊപ്പമോ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 16-bit നമ്പറാണ് പോർട്ട് നമ്പർ. നമ്മൾ അതിൻ്റെ ഡെസിമൽ നൊട്ടേഷനാണ് ഉപയോഗിക്കുക. ശരിക്കും അത് 16-bit നമ്പറായി കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും പ്രോസസ്സിങ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു വെബ്സൈറ്റിലെ സർവീസ് ആക്സസ് ചെയ്യാനുള്ള ഫോർമാറ്റ് താഴെ പറയുന്നു. http://google.co.in എന്നുള്ള വെബ്സൈറ്റിൽ നിന്നും സർവീസ് ആക്സസ് ചെയ്ത് എടുക്കാനുള്ള ഒരു ഫോർമാറ്റിന് എക്സാമ്പിളാണ് ഈ
തന്നിട്ടുള്ളത്. ഇവിടെ HTTP എന്ന് പറയുന്നത് പ്രോട്ടോക്കോൾ, google.co.in എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം. അത്രയും ചേരുമ്പോൾ എന്തായി, URL ആയിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം ഒരു പോർട്ട് നമ്പർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് നമ്പർ കൊടുക്കുന്നതിന് മുന്നേ ഒരു കോളൻ സിമ്പിൾ നമ്മൾ കൊടുത്തു. കോളൻ കൊടുത്തതിന് ശേഷമാണ് ഒരു പോർട്ട് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പോർട്ട് നമ്പറാണ് 80. അപ്പോൾ 80 എന്ന പോർട്ട് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സർവീസ് ആണ് google.co.in എന്നുള്ള വെബ്സൈറ്റിൽ നിന്നും ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പോർട്സ് ആൻഡ് ദെയർ സർവീസസ് നോക്കാം. ഇവിടെ ഈ ഒരു ടേബിളിനുള്ളിൽ കുറേ പോർട്ട് നമ്പേഴ്സും ആ പോർട്ട് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായി നോക്കാം. പോർട്ട് നമ്പർ 20 ആൻഡ് 21 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സർവീസ് ഏതാ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, FTP. പോർട്ട് നമ്പർ 22 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സർവീസാണ് സെക്യൂർ ഷെൽ, SSH. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് സെക്യൂർ ഷെൽ. പോർട്ട് നമ്പർ 25 SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇമെയിൽ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് SMTP. 53 ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസ്, DNS. വളരെ പ്രധാനപ്പെട്ട സർവീസാണ്. പോർട്ട് നമ്പർ 80 ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, HTTP. പോർട്ട് നമ്പർ 110 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, POP3. പോർട്ട് നമ്പർ 443 HTTP സെക്യൂർ, HTTPS. അപ്പോൾ ഇത്രയും പോർട്ട് നമ്പേഴ്സും സർവീസസും നിങ്ങൾ ഓർമ്മ വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. പരീക്ഷയ്ക്ക് പോർട്ട് നമ്പർ തന്നിട്ട് അത് സൂചിപ്പിക്കുന്ന സർവീസ് ഏതാണെന്നും ചോദിക്കാം. ഒരു സർവീസിൻ്റെ പേര് തന്നിട്ട് അതിൻ്റെ പോർട്ട് നമ്പർ എന്താണെന്നും ചോദിക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നന്നായി പഠിക്കുക.